നമ്മളിന്ന് ഇവിടെ പുനലൂര് രാധാസ് വരെ പോവാണ് കേട്ടോ. അപ്പം പാലുകാച്ച് പ്രമാണിച്ച് എല്ലാവർക്കും കുറച്ച് ഡ്രസ്സ് എടുക്കണം. അപ്പം വലിയ പരിപാടിയായിട്ടൊന്നുമില്ല, ഒരു സിമ്പിൾ നമ്മൾ വീട്ടുകാർ മാത്രം ചേർന്നിട്ടുള്ള ഒരു കുഞ്ഞി പാല് കാച്ചുന്നൊന്നും മാത്രമേ ഉള്ളൂ. വെളിയിൽ പണിയൊക്കെ നടക്കുന്ന കാരണം നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പിങ്ങിന് പോവാണ്. അപ്പം പുനലൂര് രാധാസ് ഇപ്പോൾ ഓപ്പൺ ആയതാണ്. പഴയൊരു ഷോറൂം ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പുതിയ ഷോറൂം. ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് രാധാസ്, നാട്ടിൽ വന്നിട്ട് രാധാസിലൊന്ന് പോകണം എന്ന്. അങ്ങനെ നമുക്ക് രാധാസിലോട്ട് പോവാവേ. അപ്പം പോകുന്ന വഴിക്കുള്ള കുഞ്ഞൊരു വീഡിയോയും, പുനലൂരാണ് കേട്ടോ രാധാസ് ഉള്ളത്. അപ്പം അവിടെ ചെന്നിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കുറേ വട്ടം പുനലൂർ എന്നൊരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നില്ലേ. അപ്പം ഇതിന് എവിടെയാണെന്നറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ഞാൻ താമസിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഗണപതി അമ്പലം കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും. അതല്ലാണ്ട് പത്തനാപുരം നമ്മുടെ ഗണേഷ് കുമാർ MLA ആയിരുന്ന സ്ഥലം, അതും കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും. അതല്ലാണ്ട് പുനലൂർ തൂക്കുപാലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചരിത്രം ഉറങ്ങുന്നൊരു സ്ഥലത്തെക്കുറിച്ച്, അതാണ് പുനലൂർ. അപ്പോൾ ഇതിൻ്റെ ഈ 3 സ്ഥലത്തിൻ്റെയും കൂടി നടുക്കായിട്ടാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഈ 3 സ്ഥലത്തേക്കും 5-6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് പുനലൂർ. ഇത് ചെമ്മന്തൂരാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ പ്രൗഢി കണ്ടോ. ഇതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടപ്പോൾ അന്ന് തൊട്ട് എൻ്റെ മനസ്സിൽ കയറി കൂടെ ഒരു ആഗ്രഹമായിരുന്നു, നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ രാധാസിലൊന്ന് പോകണം എന്ന്. അങ്ങനെയാണ് കേട്ടോ ഞാൻ രാധാസിൽ വന്നത്. ഇപ്പോൾ ഇതേപോലെ ഞാൻ റീൽസിൽ കാണുന്നൊരു സ്ഥലമാണ് നമ്മുടെ കൊല്ലത്ത് അറ്റ്ലസ് ഫാഷൻ. ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയട്ടോ അവിടെ എങ്ങനെയുണ്ടെന്നുള്ളത്. എനിക്ക് അതിങ്ങനെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ അവിടെ ഒന്ന് പോകണം എന്നുള്ളത്. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ ചെന്നപ്പം അവിടെ വണ്ടിയുടെ സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ സെക്യൂരിറ്റിക്ക് കീ കൊടുത്തിട്ടാണ് അകത്ത് കയറിയത്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ജനതാ ഗ്യാരേജിനകത്ത് കയറി. അവിടെ ഫുള്ള് ടീനേജ് കുട്ടികളുടെ സാധനമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ആൺകുട്ടികളെല്ലാം പാവാട പോലുള്ള ജീൻസാണ് കേട്ടോ ഇട്ടുകൊണ്ട് നടക്കുന്നത്. പക്ഷേ എൻ്റെ മോൻ അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അവനതുകൊണ്ട് ഒരു ജീൻസ് വാങ്ങിച്ചു. അത്രയ്ക്ക് ലൂസൊന്നും ഇല്ല കേട്ടോ, പക്ഷേ ചെറിയ ലൂസേ ഉള്ളൂ അതിന്. അപ്പോൾ അവന് നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഹൈറ്റിനനുസരിച്ചിട്ട് നമ്മൾ പാൻറ് എടുത്തപ്പം അതിൻ്റെ ഇടുപ്പ് ഭയങ്കര ലൂസായിപ്പോയി. പിന്നെ അവർക്കത് കൊടുത്തു, അവർ ടക്കിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് തരുവേ. അങ്ങനെ അവർക്ക് കൊടുത്തിട്ട് അതിനകത്ത് സെറ്റിങ്സ് കണ്ടോ, ലൈറ്റിങ്ങിൻ്റെ സെറ്റിങ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്, ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ. ഇനി 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും കൊണ്ടാണ് നിങ്ങളവിടെ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട, അവിടെ കിഡ്സ് സോൺ ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്റ്റാഫിനെയൊക്കെ നിർത്തിയിട്ടുണ്ട് കുട്ടികളെ നോക്കാനൊക്കെ ആയിട്ട്. അടിപൊളി സംഭവമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ അവിടെ നിന്ന് സാരിയുടെ സെക്ഷനിലോട്ട് പോവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അമ്മയ്ക്ക് സാരി എടുക്കണം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് കളറൊന്നും ഇഷ്ടമില്ല, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളറാണ് അമ്മയ്ക്ക് ഇഷ്ടം. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇതാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഈ സാരി കൊള്ളാമോ എന്നുള്ളതൊന്ന് പറയണേ. അപ്പോൾ ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ചെന്ന സമയത്ത് പുള്ളിക്കാരൻ ആദ്യം നമ്മളൊരു സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 7,900 രൂപയാണ് ആ സാരിക്ക് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ വില അത്രയും വരാൻ കാരണം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഒരു സാരി ലവറൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടത് മേടിക്കായിരുന്നു. പക്ഷെ ഞാൻ അത്ര വലിയ, എനിക്ക് സാരി ഉടുക്കാനേ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല കേട്ടോ. അടിപൊളി സാധനമാണ്, കുറച്ച് ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അതിന് അത്ര വില. പോരെങ്കിൽ ലൈറ്റ് വെയിറ്റും കൂടിയാണ്. ഇപ്പോൾ ഞാൻ ഈ രാധാസിനെ കുറിച്ചിട്ട് ന്യൂസിലൊക്കെ കാണുന്നുണ്ട്, ഭയങ്കര ട്രാഫിക് ജാമാണ് ആ റോഡിലൊക്കെ. അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെക്യൂരിറ്റീസിനെയൊക്കെ റോഡിൽ നിർത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടോ ന്യൂസിലൂടെ കാണിക്കുന്നത്. അത്രയ്ക്ക് ഇപ്പോൾ തിരക്കായി കഴിഞ്ഞാൽ അവിടെ 2-3 നിലകളായിട്ടാണ് കേട്ടോ സംഭവം, ഓരോന്നിനും ഓരോ നില. ഇതിനകത്ത് തന്നെ മണവാട്ടിക്ക് പ്രത്യേക സെക്ഷനുണ്ട് കേട്ടോ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം, പിന്നെ ജെൻസിൻ്റെ അതിനകത്ത് മണവാളൻ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സെക്ഷൻ. അങ്ങനെ ഓരോന്നിനും പ്രത്യേകം സെക്ഷനായിട്ട് ഇങ്ങനെ അടിപൊളി വിശാലമായൊരു ഷോറൂം, പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് നമുക്ക് വേണ്ടിയിട്ട് ജീൻസ്, ടോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് അതിനെക്കുറിച്ച് ഘോരമായിട്ട് പ്രസംഗിക്കുക. 6 പീസ് ഉണ്ടായിരുന്നു അത്ര ആ സാരി, അതിൻ്റെ ബാക്കി എല്ലാ പീസും വിറ്റുപോയി. ഈ ഒരു പീസും കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ അതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇഷ്ടംപോലെ ലെഹങ്കാസും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞു നമ്മൾ അവിടുന്ന് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇനി അടുത്ത ഫ്ലോറിലോട്ട് പോകാൻ കേട്ടോ. അവിടെ ഇനി അച്ഛനും പപ്പയ്ക്കും ഷർട്ടും മുണ്ടും ഒക്കെ എടുക്കണം, പിന്നെ ശ്രീചേട്ടനും കൂടി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് അടുത്ത ഫ്ലോറിലോട്ട് പോകാൻ കേട്ടോ. അപ്പം ഈ ഫ്ലോറിലാണ് മണവാളൻ്റെ സെക്ഷനൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഷർട്ടിനൊക്കെ ഇത്രയും വെറൈറ്റി ഉണ്ടെന്ന് അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. നമ്മളങ്ങോട്ട് ചെന്ന് കയറിയിട്ട് ഒരു ഷർട്ട് വേണമെന്ന് പറയുമ്പം അവരിങ്ങനെ ആദ്യം നമ്മുടെ അടുത്ത് ചോദിക്കും, പ്രായമുള്ളവരാണെങ്കിൽ പ്ലെയിൻ വേണോ, ചെക്ക് വേണോ, അത് വലിയ ചെക്ക് വേണോ, ചെറിയ ചെക്ക് വേണോ എന്ന് വേണ്ട എന്തോരം ഷർട്ടിൻ്റെ വെറൈറ്റീസ് ഓരോന്നും ഓരോരോ സെക്ഷനായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇപ്പം
ഓണം പ്രമാണിച്ച് അവിടെ ഭയങ്കര തിരക്കാണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. നിങ്ങൾ ആരെങ്കിലും അവിടെ പോയി സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയൂ കേട്ടോ. ഇനി ആ ഏരിയയിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടോ ഈ വീഡിയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേട്ടോ. അങ്ങനെ ഷർട്ടിൻ്റെയൊക്കെ വിശാലമായ എന്താ പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല, അത്രയ്ക്ക് ഇഷ്ടം പോലെ സെലക്ഷൻസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷർട്ടും മേടിച്ചു, മുണ്ടും മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാൻ വന്നു. പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരു അരമണിക്കൂർ ആ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. എന്തോരം തിരക്കാരെന്നറിയോ അവിടെ. അരമണിക്കൂർ നിന്നിട്ടാണ് എനിക്ക് എൻ്റെ സാധനം കിട്ടിയത്. അങ്ങനെ നമ്മൾ 3/4 മണിക്കൂറോടെ നിന്നപ്പോഴാണ് കേട്ടോ എനിക്ക് എൻ്റെ നമ്പർ വന്നു, എനിക്ക് എൻ്റെ സാധനം കിട്ടി. അങ്ങനെ ഇനി അതുമായിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഇനിയിപ്പോൾ എന്താ വാങ്ങിയെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിലോ എൻ്റെ വീഡിയോ, അതുകൊണ്ട് വാങ്ങിയ സാധനങ്ങളെല്ലാം കൂടി ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെ ഇത് കണ്ടോ, ലൈറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇഷ്ടംപോലെ അവിടെ ഇരിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് റെസ്റ്റ് എടുക്കാം, ഇരിക്കാം, ഒക്കെ ചെയ്യാം. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളിനി വെളിയിലോട്ട് പോകാൻ കേട്ടോ. ഞങ്ങൾ വെളിയിറങ്ങിയപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെളിയിറങ്ങി സെക്യൂരിറ്റി നമുക്ക് കാറൊക്കെ കൊണ്ട് തന്നു. എന്നിട്ട് നമ്മളിനി അവിടുന്ന് എപ്പം വെളിയിറങ്ങിയാലും ഞങ്ങൾക്ക് ഷാർജ ഷേക്കും എഗ് പഫ്സും നിർബന്ധമാണ് കേട്ടോ. എപ്പോൾ വെളിയിറങ്ങിയാലും ഞങ്ങൾക്കത് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ആദ്യം ഇമ്പീരിയലാണ് കേട്ടോ കയറിയത്. അങ്ങനെ ഇമ്പീരിയൽ കയറിയപ്പം അവിടെ ഷാർജ ഷേക്ക് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടുന്ന് തൊട്ടപ്പുറത്ത് തന്നെ അംബാസഡർ ഉണ്ട്. നമ്മളങ്ങനെ അവിടെ പോയിട്ട് ഷാർജ ഷേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ എഗ് പഫ്സ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം അവർ നമുക്ക് എന്താ പറയണേ, പൈനാപ്പിളും ക്യാരറ്റും കൂടി വെച്ചിട്ടുള്ളൊരു പപ്സ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തൊരു സാധനമാണത്. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് 2 ഞാൻ മേടിച്ചിട്ട്, കാരണം കൊള്ളാമോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നല്ലോ. പിന്നെ 2 സീറ്റിനെയും കൂടി വാങ്ങിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം അടുത്ത വീഡിയോ ഞാൻ വാങ്ങിയ സാധനങ്ങളെല്ലാം കൂടി ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ.